ഹായ് എവ്രി വൺ, ഇതെൻ്റെ മൺഡേ ഈവനിങ് ആണ്. എനിക്ക് യൂഷ്വലി മൺഡേയ്സാണ് ക്ലാസ് ഉള്ളത്. ഇന്ന് എക്സാം ഉണ്ടായിരുന്നു. എക്സാം എല്ലാം കഴിഞ്ഞ് കുറച്ചധികം നേരത്തെ ഇറങ്ങാൻ പറ്റിയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സാധാരണ ഞാൻ എൻ്റെ റൂംമേറ്റ്സോ ആരിലൊക്കെ ആയിട്ടാണ് പോകാറുള്ളത്. ഇന്ന് ഞാൻ തന്നെയാണ്. അപ്പം ഇന്ന് ഈ ഷോപ്പിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിപ്പം ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ്. ഞാൻ കഴിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും കഴിക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നമ്മൾ നാട്ടിൽ കഴിച്ചിട്ടുണ്ട്. എനിക്കത് വലിയ ഇഷ്ടമല്ല. പിന്നെ ഇവിടെ നല്ല ഏത്തപ്പഴം കിട്ടും കേട്ടോ. ഞാനങ്ങനെ ഇവിടെ വേറെ ഷോപ്പിലൊന്നും പോകുമ്പോൾ ഇങ്ങനെ കാണാറില്ല. പിന്നെന്താ, ഞാൻ കഴിക്കാത്തൊരു പ്രത്യേക ഫ്രൂട്ട് ഞാനിവിടെ കണ്ടു. അത് സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് അതിൻ്റെ പേര്. ഞാനങ്ങനെ കഴിച്ചിട്ടില്ല. ഇതാണ് സംഭവം. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ സെക്ഷനിലൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് നടന്ന ഏത്തപ്പഴം ഞാൻ വാങ്ങി. വേറെ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയില്ല. വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, ആപ്പിൾ ഓറഞ്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ പോയി. പിന്നെ കപ്പയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ എപ്പോഴും ചെന്നിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ ഇത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റത്തില്ല, വെന്തില്ലെങ്കിലോ എന്ന് പേടിച്ചു. പിന്നെ അതിൻ്റെ വാഴക്കൂമ്പുണ്ട്. മാങ്ങ ഞാൻ വാങ്ങിയായിരുന്നു കേട്ടോ. എനിക്ക് മാങ്ങ ചമ്മന്തി അരയ്ക്കണം എന്നൊരാഗ്രഹത്തിൽ മാങ്ങ വാങ്ങി. പിന്നെ ചീര ഇത് വാങ്ങിയായിരുന്നു. അത് ഞാൻ നേരത്തെ വാങ്ങിയിട്ടുണ്ട്, തോരൻ വെച്ചിട്ടുണ്ട്, നല്ലതായിരുന്നു. പിന്നെ ബ്രോക്കലി ഞാൻ യൂഷ്വലി മേടിക്കാറുള്ളതാണ്, ഇന്ന് വാങ്ങിയില്ല. അങ്ങനെ ഞാൻ അതിലൂടെ ഇങ്ങനെ ഒരു സോളോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലാണെങ്കിലും ഇങ്ങനെ കടയിലൊക്കെ കയറി ഇങ്ങനെ നടക്കും. മീനൊക്കെ ഇങ്ങനെ വന്ന് എത്തി നോക്കിയിട്ട് പോവുകയാണ് ഞാൻ. ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പം എൻ്റെ ഫ്രണ്ട്സായിട്ടാണ് വന്നത്. അന്നേരം ഞാനിവിടെ വന്ന് നമ്മുടെ മത്തിയൊക്കെ വാങ്ങിയായിരുന്നു. പക്ഷേ അതൊക്കെ വെട്ടിയെടുക്കേണ്ട പ്രശ്നമുള്ളത് കാരണം ഈ തവണ ഞാൻ ആ മേഖലയിലേക്ക് ഇങ്ങനെ നോക്കി എന്നല്ലാതെ വാങ്ങാൻ നിന്നില്ല. എല്ലാവരെയും ഞാനിങ്ങനെ കണ്ടിട്ട് പോയി. പ്രോൺസ് എല്ലാം കിട്ടും. നമ്മുടെ നാട്ടിലെ മീനുകളൊക്കെ ഒരുമാതിരിയൊക്കെ, കിളിമീൻ ഇതെല്ലാം ഞാൻ കണ്ടു. ടൈഗർ പ്രോൺസിൻ്റെ സെഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പല വെറൈറ്റീസ് ഞാൻ കണ്ടു, പല ടൈപ്പിൽ. എനിക്കിങ്ങനെ ഇതിൻ്റെ പല വിധത്തിലുള്ളതൊന്നും ഞാൻ മുന്നേ കണ്ടിട്ടില്ല. ഇവിടെ വന്ന കണക്കാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. പിന്നെ ഫില്ലറ്റ്സുകൾ ഒക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, മത്തി. ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിയത്. കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു. പിന്നെ വെട്ടണം എന്നുള്ള ഒറ്റൊരു സീനേ ഉള്ളായിരുന്നു. ശരിക്കും ഞാൻ ബീഫ് വാങ്ങാനാണ് വന്നത്. ബീഫ് ഞാൻ സ്റ്റൂ കട്ട് പീസാണ് വാങ്ങിയത്. ഈ ഇരിക്കുന്ന പീസ്. അത് ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം ഫസ്റ്റ് ടൈമാണ് ബീഫ് വാങ്ങുന്നത്. എന്തായി തീരുമെന്ന് അറിയത്തില്ല. അങ്ങനെ ബീഫൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു. പിന്നെ ചിക്കൻ്റെ സെഷനൊക്കെ ചുമ്മാ ഒന്ന് ഓടിച്ച് കറങ്ങി. പിന്നെ ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഞാൻ ഈ ചെടികളൊക്കെ ഇങ്ങനെ കണ്ടു. അവിടെ ബൊക്കേസ് ചെടികളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനതല്ലേ. രാവിലെ എക്സാം ഉണ്ടായിരുന്നു, രാവിലെ ഉച്ചയ്ക്ക് ശേഷം. അപ്പം അത് കഴിഞ്ഞ് എക്സാം ആയതാണ് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് എനിക്ക് ബീഫ് വാങ്ങണമായിരുന്നു. അതിന് ഞാൻ ഓഷ്യൻസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാണ്. മുന്നേ ഒരു വട്ടം പോയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ പൊതുവേ ഒരു സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ 3-4 സാധനമായിട്ടാണ് വരാറ്. അങ്ങനെ അതൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. സ്നോ ഒക്കെ കഴിഞ്ഞതായിരുന്നു, പക്ഷേ എല്ലാവരും വീണ്ടും വന്നു. മഴയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജലദോഷമായി. കാനഡ വന്നിട്ട് എനിക്കൊരു 5ാമത്തെ വട്ടമാണ് പനി വരുന്നത്, ഒരു 3 മാസത്തിനിടയ്ക്ക്. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ പെട്ടെന്ന് വീട്ടിൽ വന്നൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസൊക്കെ ഞാൻ സൈഡിലാക്കി. അപ്പം ബീഫിനെയും കൈയോടെ അങ്ങ് കറി വെച്ചാലോ എന്ന് തീരുമാനിച്ച് അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കുക്കിംഗ് എക്സ്പേർട്ടൊന്നും അല്ല. ഇതിൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് മാത്രമാണ് ബീഫ് കറി. സോ ഞാനിവിടെ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒന്നും പറയുന്നില്ല. എന്നുവെച്ചാൽ എൻ്റെ ഒരു കൈയളവിലാണ് പരിപാടികളെല്ലാം നടത്തിയത്. അത്യാവശ്യം നല്ലൊരു ബീഫ് കറിയൊക്കെ ആയിരുന്നു. എനിക്ക് അടുപ്പിച്ച് 2-3 ദിവസം ഇനി ഷിഫ്റ്റ് ഉണ്ട് പാർട്ട് ടൈമിൻ്റെ. അപ്പോൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. ലഞ്ച് പാക്ക് ചെയ്ത് അങ്ങ് കൊണ്ടുപോയാൽ മാത്രം മതി. തിരിച്ച് വന്നിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.